ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു ചിക്കൻ വെച്ചൊരു ചപ്പാത്തി റോൾ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും പുരട്ടിയത് നമുക്ക് ഇതിൽ ആദ്യത്തെ തട്ടിലോട്ട് ഇടാം കേട്ടോ. അതിന് ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ കുറച്ച് നേരം ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ആദ്യത്തെ തട്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ തട്ടെടുത്ത് വെച്ചിട്ട് രണ്ടാമത്തെ തട്ടിലേക്ക് നമ്മൾ 2 മുട്ട, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ 2-3 വറ്റൽ മുളക് ഇതുകൂടെ രണ്ടാമത്തെ തട്ടിലോട്ട് ഒഴിക്കാം കേട്ടോ. ഇങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് ടു 20 മിനിറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണേ. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനും നമ്മുടെ മുട്ടയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ അവിടെ നിന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനിവിടെ 3 കളർ ക്യാപ്സിക്കവും ഒരു ക്യാരറ്റും ഒരു സവാള എടുത്തേക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എന്ത് രസമുണ്ടല്ലേ, പല കളേഴ്സ്. നമുക്കപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാമേ. അങ്ങനെ ഞാൻ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്ത് രസമല്ലേ ഇത് കാണാൻ, എല്ലാം നല്ല രസമുണ്ടല്ലേ. അത്തപ്പൂക്കളത്തിന് പൂവെല്ലാം എടുത്ത് വെച്ചേക്കുന്ന പോലെ അല്ലേ. അതൊക്കെ ഒട്ടിക്കട്ടെ. നമുക്ക് നമ്മുടെ ചിക്കനും മുട്ടയൊക്കെ വെന്തോന്ന് നോക്കിയാലോ. നമ്മുടെ മുട്ടയും വറ്റൽമുളകൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കൂടെ വെന്തെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ചിക്കനും ഇവിടെ വെന്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ ബോയിൽ ചെയ്ത മുട്ടയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരി പിന്നെ കുറച്ച് പാലോട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാമേ. അതെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു ബൗളിലോട്ട് ഒഴിച്ചെടുക്കാമേ. ബൗളിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. നമ്മൾ ആദ്യം എടുത്ത ബൗൾ ചെറുതായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് യോഗട്ടും ആഡ് ചെയ്യണേ. ഞാനിവിടെ എടുത്തേക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഗ്രീക്ക് യോഗട്ടാട്ടോ. അപ്പം നമുക്ക് ഇതോടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അങ്ങനെ നമ്മൾ യോഗട്ടും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ബോയിൽ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ആഡ് ചെയ്യണമേ. അപ്പം ചിക്കൻ ഇവിടെ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് ബോയിൽ ചെയ്തത്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. അപ്പം നമുക്ക് നമ്മുടെ കൂട്ടി ചപ്പാത്തിക്കുള്ളിൽ വെച്ച് റോൾ ചെയ്തെടുത്താലോ. അങ്ങനെ ചപ്പാത്തി ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ കുറച്ചായിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് കൂട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ചപ്പാത്തിയുടെ ഒരു സൈഡ് മുരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ സൈഡ് മറിച്ചിട്ടിട്ട് ഇത് അതിനുള്ളിലോട്ട് വെക്കാമേ. കുറച്ച് ഫില്ലിങ്സ് ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ചീസ് വേണ്ടാലെടുത്താൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ഹെൽത്തിയാണ്. ചീസ് മാത്രം കുറച്ച് ഹെൽത്തി അല്ലെന്ന് തോന്നും. അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീസ് എടുത്തതാണ്. അപ്പോൾ ചീസോട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചിക്കൻ ചീസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.